ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായ ഇവിടുത്തെ അഹ്ലുസുഫ എന്ന് പറയുന്ന ദർസിന്റെ വിദ്യാർത്ഥിയായിരുന്ന ഒരു സ്വഹാബി വഫാത്തായി. ഒരു സ്വഹാബി മരണപ്പെട്ടു. ആ സ്വഹാബിയുടെ ജനാസ അവിടുത്തെ കൂട്ടുകാരായ സ്വഹാബത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. എന്നിട്ട് മസ്ജിദുൻ നബവിയിലേക്ക്, ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മദീനയുടെ പള്ളിയിലേക്ക് ആ കൂട്ടുകാരന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ പതിവ് പോലെ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നതിന് മുമ്പ് സ്വഹാബത്തിനോട് ചോദിച്ചു, അലൈഹി ദൈനുൻ, സ്വഹാബ മരിച്ചുപോയ നിങ്ങളുടെ കൂട്ടുകാരന്റെ വല്ല കടവും ഉണ്ടോ ചോദിച്ചു. വല്ല കടവും ഉണ്ടോ ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, കൂട്ടുകാരൻ ഇങ്ങോട്ടിങ്ങോട്ടൊക്കെയും അവരുടെ ജീവിതവും ഇടപെടലൊക്കെയും മനസ്സിലാക്കിയ ചങ്ങാതിമാരാണ്. സ്വഹാബത്ത് പറഞ്ഞു, ദീനാറാനി യാ റസൂലല്ലാഹ്, നമ്മുടെ കൂട്ടുകാരൻ ഒരു 2 ദീനാർ കടണ്ട് നബിയെ. ഒരകടം പറഞ്ഞു, 2 ദീനാർ കടണ്ട്. അപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു, എന്നാ സ്വഹാബത്ത് നിങ്ങളുടെ കൂട്ടുകാരന്റെ മയ്യിത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളി, റസൂലുള്ളാഹി ഞങ്ങൾ വിട്ടിരുന്നോണം. അപ്പോൾ മഹാനായ സയ്യിദുനാ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയാണ്. ആ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കൂട്ടുകാരന്റെ 2 ദീനാർ കടം അത് ഞാൻ ഏറ്റെടുത്തോളാം നബി. ഞാൻ ഏറ്റെടുത്തോളാം നബി. ഇന്നു മുതൽ ആ കടം എനിക്കുള്ള കടമാണ്, എന്റെ കൂട്ടുകാരനുള്ള കടമല്ല എന്ന് മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയും ആ കടം ഏറ്റെടുക്കുകയും ചെയ്തപ്പോ റസൂലുള്ളാഹി തങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുകാരന്റെ കബറടക്കം ചെയ്യപ്പെട്ടു. എല്ലാം കഴിഞ്ഞു. പിറ്റേന്നായപ്പോ ദിവസം കഴിഞ്ഞപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടു. പിറ്റേ ദിവസം മരിച്ചതിന് പിറ്റേ ദിവസം കിട്ടിയപ്പോ റസൂലുള്ളാഹി അബൂ ഖതാദ ഞങ്ങളോട് ചോദിച്ചു, അബൂ ഖതാദ കടം വീഡിയോ ചോദിച്ചു. ഒരു ദിവസമായിട്ടുള്ളൂ, കടം വീഡിയോ ചോദിച്ചു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇന്നലല്ലേ വഫാത്തായ, ഇന്നലല്ലേ നബിയെ മരിച്ചുപോയത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കടം വീടാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതിന്റെ തിരക്ക് കാര്യങ്ങളൊക്കെ അയക്കുമ്പോ അതിന്റെ ബാക്കിൽ ബാക്കിയായി കടം വീടാൻ കഴിഞ്ഞില്ലാതോ. റസൂലുള്ളാഹി തങ്ങളും അബൂ ഖതാദ തങ്ങളും പിരിഞ്ഞു. അടുത്ത ദിവസമായി പിറ്റേ ദിവസം, രണ്ടാമത്തെ ദിവസം മരിച്ചിട്ട് രണ്ടാമത്തെ ദിവസം ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടപ്പോ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, എന്റെ കൂട്ടുകാരന്റെ കടം ഞാൻ കൊടുത്തു വിടിയെന്നോ. ഇത്രയും കടം 2 ദീനാറാണ്. 2 ദീനാർ കടം ഞാൻ കൊടുത്തു വിടിയെന്നോ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഖതാദ തങ്ങളോട് പറഞ്ഞു, യാ അബൂ ഖതാദ, അൽആന ബറദതു ജിസ്മുഹു, ഇപ്പോഴാണ് അബൂ ഖതാദ നിന്റെ കൂട്ടുകാരന്റെ ആ ശരീരത്തിന്റെ ചൂടുണ്ടല്ലോ, നരകത്തിന്റെ തീയുടെ ആ ചൂടടിച്ചു വരുന്ന ആ ഒരു ഘട്ടം, ആ ഒരു അവസ്ഥ നിന്റെ കൂട്ടുകാരൻ നിന്ന് തണിഞ്ഞു പോയത് ഇപ്പോഴാണ് അബൂ ഖതാദ. ഇപ്പോ നീ കൊടുത്തു വീടിയപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ചിന്തിക്കേണ്ട വിഷയം. നേരത്തെ മരിച്ചപ്പോ കടം ഏറ്റെടുത്തതാണ് അബൂ ഖതാദ. എന്നാലും പോലും ആ കടത്തിന്റെ കാരണം കൊണ്ട് സംഭവിക്കുന്ന അദാബുകളും പ്രശ്നങ്ങളും അത് മാറി കിട്ടിയത് ഇപ്പോഴാണ് അബൂ ഖതാദ. എപ്പോ നീ കടം കൊടുത്തു വീടിയെന്ന് ഏറ്റെടുത്തപ്പോൾ നിന്റെ കൂട്ടുകാരന് സന്തോഷം ഉണ്ടായിരുന്നില്ല. കടം ഏറ്റെടുത്തപ്പോ സന്തോഷം ഉണ്ടായിരുന്നില്ല. കൊടുത്തു വീടിയപ്പോഴാണ് ഇപ്പോഴാണ് നിന്റെ കൂട്ടുകാരന്റെ തടിക്ക് ഒരു ചെറിയ കുളിർമ, നിന്റെ കൂട്ടുകാരന്റെ തടിക്ക് ചെറിയ ഒരു കുളിർമ കിട്ടിയത് ഇപ്പോഴാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക, എത്രയാണ് കടം? 2 ലക്ഷമാണോ? 2 കോടിയാണോ? അല്ല, പിന്നെ 2 റുപ്യ. നമ്മുടെ നാട്ടിന്റെ 2 റുപ്യ എന്ന് പറയും. നമുക്ക് ഈ 2 റുപ്യ 5 റുപ്യ 10 റുപ്യ കണക്ക് 50 റുപ്യ 100 റുപ്യ കണക്ക്. ആരെങ്കിലും കടമാക്കി വാങ്ങിയ പിന്നെ ഞമ്മ മറന്നുപോകും. നമുക്ക് ഓർമ്മയില്ല. 5 റുപ്യ അല്ലേ, 10 റുപ്യ അല്ലേ, 100 റുപ്യ അല്ലേ? സുബ്ഹാനല്ലാഹ്, പാടാണ്. റസൂലുള്ളാഹി തങ്ങൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഈ സംഭവം നമുക്ക് ഓരോരുത്തർക്കും പാടാം. 2 ദീനാറിന്റെ പോലും സംഭവിക്കാനിരിക്കുന്ന അവരിന്റെ അദാബുകളുടെ ആ ഒരു ഭയാനകമായ അവസ്ഥ അബൂ ഖതാദ തങ്ങളുടെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമുക്കുള്ള കടങ്ങൾ എത്രയാ? ലക്ഷങ്ങൾ. ഓരോരുത്തരും സങ്കടം പറയുമ്പോൾ ബേജാറാണ്. ഇന്ന് ലക്ഷങ്ങൾ, കോടികൾ പോലും ആളുകളിൽ നിന്ന് കടം വാങ്ങി മറ്റുള്ള ആവശ്യത്തിന് വാങ്ങി ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാത്ത ഒരു കാലം. ഇതിന്റെ ഒരു പേടിയുണ്ടോ? ഒരു ബേജാറുണ്ടോ? എന്റെ ഇടയ്ക്ക് 2-3 കൊല്ലം നാടൊന്നും പറയുന്നില്ല. ഒരു നാട്ടിൽ ഇവിടെ അടുത്തൊരു കൂട്ടുകാരൻ മരിച്ചപ്പോ ഒരു രാത്രിയാണ് മരിച്ചത്. രാത്രി ഒരു 9-9:30 മണിക്ക് മരിച്ചതാണ്. പിറ്റേന്ന് ഉച്ച ലോറ് കഴിഞ്ഞിട്ടാണ് അയാൾ തമ്മിൽ. പിറ്റേന്ന് സുബഹിയാകുമ്പോ ഒരു 10 മണിയാകുമ്പോ
കുറച്ച് ആളുകൾ, ഒരു കർണാടകയുടെ ഒരു ഭാഗത്തിൽ നിന്നുള്ള കുറച്ച് ആളുകൾ 4-5 ബന്ധവും അവര് പറഞ്ഞു, ഉസ്താദെ മരിച്ചുപോയ ആള് നമുക്ക് ഒരു 10 ലക്ഷം തരാം, എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് വാർത്താക്കി തരണം. 10 ലക്ഷം തരാനുണ്ട് മരിച്ചുപോയ ആള്. ഞങ്ങൾ എന്ത് ചെയ്യാൻ അവരോട് പറഞ്ഞു. ഞാൻ ആ നാട്ടിലുള്ള വലിയ ഒരു ആചാര നമ്പർ അവർ കൊടുത്തു, ഇയാളുമായിട്ട് ബന്ധപ്പെട്ട നാട്ടുകാരനാണ്, മരിച്ചുപോയ ആളുടെ അയൽവാസിയാണ്, എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. അങ്ങനെ അയാളെ നമ്പർ കൊടുത്ത് അയാളുമായി സംസാരിച്ച് ഒരു കൂസലും ഒരു പരിഹാരം. അങ്ങനെ അവസാനമായിട്ട് അവർ പറഞ്ഞു, ഇപ്പൊ ഏതായാലും മരിച്ചതല്ലേ, മക്കളെല്ലാം ചെറുതാണ്, ഏതായാലും ഭാര്യ മരുന്നടിച്ചിട്ടാവട്ടെ, പിന്നെ നോക്കാം. ഭാര്യ മരുന്നടിക്കണമെങ്കിൽ മാസത്തിലാണോ? 4 മാസം 10 ദിവസം വേണ്ടേ? 120 ദിവസം ഉണ്ടാവും, 130 ദിവസം അല്ലെ? 130 ദിവസം ഉണ്ടാവും. സ്വഹാരം അതുവരെ കബറി കിടക്കുന്ന ആളാണ്, നാം അനുഭവിക്കേണ്ട എന്നതാണോ? ഇതൊരു അവസ്ഥയാണ്. ഉള്ള സമ്പത്തൊക്കെ ഉള്ള ആളാണ്, സമ്പത്തുണ്ട്, സ്വർണ്ണങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, എല്ലാം ഉള്ള ആളാണ്. പക്ഷേ കുടുംബങ്ങൾ അങ്ങനെ പറഞ്ഞു. ആ ദിവസം പറഞ്ഞ ദിവസം കഴിഞ്ഞ് രണ്ടാമത് വന്ന് അവരാ പൈസ അല്ലേ, 10 ലക്ഷം രൂപ അവർ കഷ്ടപ്പെട്ട പൈസയാണ്. തിരിച്ചു വന്നു. അപ്പൊ ഈ സമയം അവർ പറഞ്ഞ സമയം കഴിഞ്ഞു. എന്നിട്ട് പോലും പഠിക്കാനുണ്ടായിരുന്നു. അവർ ബേജാറോട് പോയി ഒരുപാട് അത് വെച്ച പോലെ ഇരിക്കട്ടെ, നമ്മളോട് നമ്മൾ അത് വെച്ചതുപോലെ ഇരിക്കട്ടെ ഉസ്താദെ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ പോയി. കാരണം എനിക്ക് ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഞമ്മ പ്രാർത്ഥന ജീവിച്ചാൽ പോയി അയാളത്തോട് ഞമ്മയാത്തുണ്ടല്ലോ, ഞമ്മ ആദ്യം പോയാൽ മച്ചാൽ പോയില്ലേ, ഞമ്മ അയാളെ കുറിച്ച് എന്തിനു ചിന്തിക്കുക? ആരാ? സ്വന്തം ഭാര്യ, ഉപ്പ, സ്വന്തം ഭർത്താവ്, സ്വന്തം ഉപ്പ, സ്വന്തം ജ്യേഷ്ഠൻ, സ്വന്തം അനുജൻ, അവരെ കുറിച്ച് ചിന്തിക്കാത്തവരാണ്. മരിച്ചാൽ പോട്ടെ കഴിഞ്ഞില്ലേ, അയാളത്തോടെ നമുക്ക് ആന്നാവട്ടെ എന്നാണ്. എന്താ അയാളത്തോട് നമ്മുടെ ജീവിതം? 60 കൊല്ലത്തിന്റെ ജീവിതം, 70 കൊല്ലത്തിന്റെ ജീവിതം, അതിനിടെ ബുദ്ധിമുട്ട് വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അല്ലല്ലോ. മരിച്ചുപോയ ആളുകളുടെ ജീവിതം സുഖകരമായ 2 ദീനാറിന്റെ പേരിൽ തുടരെയായ 2 ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്താദ തങ്ങൾ കാണുമ്പോൾ ചോദിച്ചു, ഖത്താദ കൊടുത്തോ? ഒരു ദിവസം ആയിട്ടുള്ളൂ, കൊടുത്തോ ഖത്താദ? ഇല്ല നബിയെ, സമയം കിട്ടിയില്ല. 2ാമത്തെ ദിവസം കൊടുത്തു എന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി, ഇപ്പോഴാണ് കൂട്ടുകാരന്റെ തടിക്ക് ഒരു സമാധാനം. കൂട്ടുകാരൻ രക്ഷപ്പെട്ടത് ഇപ്പോഴാണ്, ഏറ്റെടുത്തപ്പോഴല്ല, അത് കൊടുത്തു വീഴിയപ്പോഴാണ് കൂട്ടുകാരന്റെ സമാധാനം ഉണ്ടായത്. നാം ചിന്തിക്കേണ്ട മുന്നിങ്ങൾ നമ്മുടെ കടം വീടണ്ടേ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. എങ്ങനെ വീഴും? അതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഇവിടെ പറഞ്ഞത്. ഒരാളുടെ ആവശ്യങ്ങൾ അവർക്ക് ഭാരമായി തോന്നിയാൽ, കടങ്ങൾ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണ്, അത് കൊടുക്കുന്നത് എങ്ങനെ, അത് വീടുന്നത് എങ്ങനെ, എന്റെ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് ഒരാൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ അവർ ചെയ്യേണ്ട പണി എന്താ? അവർ ചെയ്യേണ്ട പണി എന്റെ മേലെ അവൻ കൂടുതലായി സ്വലാത്ത് ചെല്ലട്ടെ. കൂടുതലായി സ്വലാത്ത് ചെല്ലുമ്പോൾ എന്താണ് അവർക്ക് കിട്ടുന്ന ലാഭം? അവർക്ക് കിട്ടുന്ന ലാഭം എന്താണ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തക്ശിഫു ബിഹാ അൽ ഖുറൂബ് വൽ ഹുമൂം. ആ സ്വലാത്ത് കൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ പരിഹരിക്കപ്പെടും. കടമാണോ പ്രശ്നം? അതിന്റെ പരിഹാരം എന്താവും? അത് വീടാനുള്ള വഴി അടച്ചാർന്ന് തുറന്നു തരും. ഒന്നെങ്കിൽ വീടാനുള്ള വഴി, അല്ലെങ്കിലോ ആരിൽ നിന്ന് കടം വാങ്ങിയോ, ചിലപ്പോൾ അന്ന് നല്ല മനസ്സ് കൊടുത്താലോ, ഞാൻ പൊരുത്തപ്പെട്ട് തന്നടാന്ന് പറഞ്ഞാൽ അല്ലാതെ രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെടും. അല്ലാത്ത വലിയ പണിയൊന്നുമല്ല. ചിലപ്പോ അതിന്റെ വഴി തുറന്നു തരും, അല്ലെങ്കിലോ വാങ്ങിയ ആളുകൾക്ക് പൊരുത്തപ്പെട്ട് തരാനുള്ള മനസ്സ് തരും. അതാണ് നാലിയത്തു സ്വലാത്ത്. ആ സ്വലാത്തിലൂടെ പറഞ്ഞാണല്ലേ, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ. പഠിച്ചവരെ, നീ സ്വലാത്ത് ചെല്ലണേ, സലാം ചെല്ലണേ. എങ്ങനത്തെ സ്വലാത്താണ്? എന്ന് പറയുന്ന അല്ലദീ, എങ്ങനെയുള്ള സ്വലാത്ത്? തൻഹല്ലു ബിഹി ഹബീബായ തങ്ങളെ കൊണ്ട് നീ കെട്ടയച്ചു തരും നമ്മുടെ പ്രയാസങ്ങളാകുന്ന ഒരുപാട് കെട്ടുകൾ അത് നീ അയച്ചു തരുന്നതാണ്. അവരോട് അന്ന് പറഞ്ഞവരാണ്, പഠിച്ചവനെ തന്നല്ലു, നീ അയച്ചു തരും നമ്മുടെ പ്രയാസങ്ങൾ, അതുപോലെ നമ്മുടെ ബേജാറുകൾ, നമ്മുടെ ആവശ്യങ്ങൾ, അതൊക്കെ നീ വീടിത്തരും. ഏതുകൊണ്ട്? സ്വലാത്ത് കൊണ്ട്. അങ്ങനെയുള്ള സ്വലാത്ത് ധാരാളമായി ഹബീബായ തങ്ങളുടെ പേരിൽ നീ ചെല്ലണേ അല്ലാഹ്, സലാം ചെല്ലണേ അല്ലാഹ് എന്ന് അർത്ഥം വരുന്ന സ്വലാത്താണ് നാലിയത്തു സ്വലാത്ത് പറഞ്ഞത്. എന്തുകൊണ്ട്? റസൂൽ പറഞ്ഞതാണ്, സ്വലാത്ത് ചെല്ലിയാൽ ആ സ്വലാത്ത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശഅബാൻ മാസമാണ്, വെള്ളിയാഴ്ച രാത്രിയാണ് കടന്നു വരുന്നത്. സ്വലാത്തിന്റെ മാസം കൂടിയാണ്, സ്വലാത്തിന്റെ വാർഷികം. ഇവിടെ നാട്ടിൽ നടത്തുന്ന വാർഷികം നല്ല ആയത്തിൽ ഖുർആനിന്റെ ആയത്തിറങ്ങിയ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിറങ്ങിയ അതിന്റെ വാർഷിക മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. അതുകൊണ്ട് ധാരാളം സ്വലാത്ത്, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കടങ്ങൾ
നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ വേദാറുകൾ, പ്രശ്നങ്ങൾ, അതൊക്കെ ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിയിട്ട് അതിലൂടെ നമുക്ക് പരിഹാരം കണ്ടെത്താം. പടച്ചവന്റെ തൗഫീഖ് ചെയ്യട്ടെ. ധാരാളം നാം ഓരോരുത്തരും കടക്കാരാണ്. ഒരുപാട് കടങ്ങളുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കടങ്ങൾ. അല്ലാഹ് മക്കളുടെ കല്യാണത്തിന് വേണ്ടി, വീടിന്റെ പണിക്ക് വേണ്ടി, മക്കളുടെ പഠനത്തിന് വേണ്ടി, അതുപോലെയുള്ള നല്ല നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി തവക്കുൽ ചെയ്തിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയ കടങ്ങൾ പടച്ചവനെ നമ്മുടെ ആരോഗ്യ സമയത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് കൊടുത്തു വീടാനുള്ള എല്ലാ സഹായങ്ങളും റബ്ബായ നീ ചെയ്തു തരണേ അല്ലാഹ്. ഞങ്ങൾ ഉണ്ടാക്കിയ കടങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാരമാക്കല്ലേ ഉണ്ട്, നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ഭാരമാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് നല്ല രൂപത്തിൽ നമ്മുടെ ഇടപാടുകളും നമ്മുടെ അക്കടപാടുകളും ബാധ്യതകളും ഹക്കുകളും എല്ലാം വീഡിയോപരമായ രൂപത്തിൽ ഈമാനുള്ള മരണം നിന്നിൽ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുമായി എത്രയോ കടങ്ങളുള്ള ആളുകൾ ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. എത്രയോ ആളുകൾക്ക് കൊടുത്ത കടം തിരിച്ചു കിട്ടാനുണ്ട്, അതിന്റെ പേരിൽ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹ്, ഓരോരുത്തർക്ക് ആ അവകാശപ്പെട്ടത് അവരുടെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ കയ്യിൽ മറ്റുള്ളവന്റെ അവകാശം ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള വഴികളും നീ തുറന്നു തരണേ റഹ്മാനെ. നീ പരാജയപ്പെടുത്തണ്ടേ അല്ലാഹ്. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഖിറത്തിൽ വലിയ നഷ്ടവും പരാജയവും ഏറ്റുവാങ്ങുന്നവര് ചുറ്റുപാട് നീ വരുത്തല്ലേ അല്ലാഹ്, വരുത്തല്ലേ അല്ലാഹ്. നമ്മുടെ ഭാര്യ മക്കളെ പോറ്റാൻ അല്ലാഹ്, ഞങ്ങൾ നമ്മുടെ നാട്ടുകാർ, കുടുംബങ്ങൾ, പ്രവാസികളായ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഒരുപാട് അധ്വാനങ്ങളുണ്ട്, കച്ചവടങ്ങളുണ്ട് അല്ലാഹ്. പലരും വാഹനങ്ങളിൽ മറ്റും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. എല്ലാവരുടെ എല്ലാ ഐശത്തിന്റെ വഴിയിലും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടലിൽ പോയി അധ്വാനിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവകാശപ്പെട്ട ഹൈറാത്തുകൾ കടലിലൂടെ എത്തിച്ചു കൊടുക്കണേ അവർക്ക്. അല്ലാഹുവേ, പടച്ചവനെ, എത്രയോ നമ്മുടെ കുടുംബങ്ങൾ മരിച്ചുപോയപ്പോ ഇന്നലെയും നമ്മുടെ ഈ നാട്ടിൽ 2 ഉമ്മമാര് മരിച്ചുപോയ വിവരമാണ് പറഞ്ഞത്. അല്ലാഹ്, അങ്ങനെ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും കുടുംബങ്ങളിൽ ഉസ്താദന്മാരിൽ ആരൊക്കെ മരിച്ചുപോയോ, അവർ ഏതൊക്കെ പള്ളിയുടെ പരിസരങ്ങളിൽ കിടക്കുന്നുണ്ടോ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബർ വെളിച്ചമാക്കല്ലോ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കി താ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله